ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനും സമഗ്ര വികസനത്തിനുമായി NDA വിഭാവനം ചെയ്ത വികസന രേഖ ജനഹിതം 2026-2031. വേണം പാർപ്പിടം. മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വീട് ഉറപ്പാക്കും. വീടിന് അപേക്ഷിക്കാനുള്ള മാനദണ്ഡങ്ങൾ ലഘൂകരിക്കും. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ പിന്തുണയും CSR വഴിയുള്ള സഹായങ്ങളും തേടും. ജലമർമ്മരം. എല്ലാവർക്കും കുടിവെള്ളം ഉറപ്പാക്കും. കുളങ്ങളും ജലസ്രോതസ്സുകളും വീണ്ടെടുക്കാനും കനാലുകൾ വൃത്തിയാക്കി നീരൊഴുക്ക് കൃത്യമാക്കാനും നടപടി സ്വീകരിക്കും. ആരോഗ്യമല്ലേ എല്ലാം. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി മികവുറ്റതാക്കും. ഗ്രാമങ്ങളിൽ സൗജന്യ ഫിറ്റ്നസ് സെന്ററുകൾ സ്ഥാപിക്കാനും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് കൂടുതൽ ഫണ്ടുകൾ ലഭ്യമാക്കാനും നടപടി സ്വീകരിക്കും. സഞ്ചരിക്കുന്ന സൗജന്യ ലാബ് സ്ഥാപിക്കും. പ്രകൃതിയുടെ പൂജാരിക്കൊപ്പം ഒറ്റപ്പാലത്തിനായി പ്രത്യേക കാർഷിക പാക്കേജ് നടപ്പാക്കും. റബ്ബർ കർഷകർക്ക് കേന്ദ്ര സഹായവും പന്നികളെ തുരത്താൻ നടപടിയും കാർഷിക ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡിംഗിനുള്ള സംവിധാനങ്ങളും ഒരുക്കും. പച്ചക്കൊടി വീശാം. കേന്ദ്ര പിന്തുണയോടെ ഒറ്റപ്പാലത്ത് പ്രധാന ട്രെയിനുകൾക്ക് സ്റ്റോപ്പ്. ലക്കിടിയിൽ ഓവർബ്രിഡ്ജ്. ജനവാസ കേന്ദ്രങ്ങളിൽ അടിപ്പാതകൾ എന്നിവ സാധ്യമാക്കും. അടിസ്ഥാനം ആവശ്യം. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് അവസാനിപ്പിക്കാൻ നടപടി. ഫയർഫോഴ്സിന് സ്വന്തം കെട്ടിടം. ടൗണിൽ പാർക്കിംഗ് സൗകര്യം. ഗ്രാമങ്ങളിലേക്ക് KSRTC സർവീസുകൾ എന്നിവ ഉറപ്പാക്കും. നല്ല വഴി പോകാം. റോഡ് നിർമ്മാണത്തിന് നൂതന സാങ്കേതിക മാർഗങ്ങൾ സ്വീകരിക്കും. PMGSY പോലുള്ള കേന്ദ്ര പദ്ധതി വഴി ഗ്രാമീണ റോഡുകൾ മികവുറ്റതാക്കും. വിദ്യാഭ്യാസം പ്രധാനം. ന്യൂജൻ കോഴ്സുകളുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സൈനിക സ്കൂളും ആരംഭിക്കും. വ്യവസായ പാർക്കിൽ ലോകോത്തര നിലവാരമുള്ള AI അക്കാദമി സ്ഥാപിക്കും. വ്യവസായം വളരണം. ഒറ്റപ്പാലം വ്യവസായ പാർക്കിന്റെ സമഗ്ര വികസനം ഉറപ്പാക്കും. മൾട്ടിനാഷണൽ കമ്പനികളെ ആകർഷിക്കാൻ ഓപ്പൺ ഡോർ പോളിസി ആവിഷ്കരിക്കും. സംരംഭകർക്ക് യഥേഷ്ടം വൈദ്യുതിയും വെള്ളവും ഉറപ്പാക്കും. കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്ന യൂണിറ്റ് സ്ഥാപിക്കും. മെറ്റൽ ഇൻഡസ്ട്രീസിന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കും. യുവജനതയ്ക്കായി ജോലി ഉറപ്പാക്കാനായി വ്യവസായ സംരംഭങ്ങൾ കൊണ്ടുവരും. തൊഴിലന്വേഷകരുടെ ഡാറ്റാ ബാങ്ക് തയ്യാറാക്കി 6 മാസത്തിലൊരിക്കൽ ജോബ് ഫെസ്റ്റുകൾ നടത്തും. മയക്കുമരുന്നിനെതിരെ യുവാക്കൾക്കിടയിൽ അവബോധ പരിപാടികൾ സംഘടിപ്പിക്കും. കായികമാവട്ടെ. മികച്ച സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനോടൊപ്പം എല്ലാ പഞ്ചായത്തുകളിലും സൗജന്യ ടർഫുകളും നീന്തൽ പരിശീലന സംവിധാനങ്ങളും ആയോധന കലാ പരിശീലനത്തിനുള്ള അവസരങ്ങളും ഒരുക്കും. ശ്രീയാണ് മുഖ്യം. വ്യത്യസ്ത വനിതാ ശാക്തീകരണ പദ്ധതികൾ ആവിഷ്കരിക്കും. എല്ലാ പഞ്ചായത്തുകളിലും വനിതാ ഹെൽപ്പ് ഡെസ്കുകൾ സ്ഥാപിക്കും. സ്ത്രീകൾക്ക് സാങ്കേതിക തൊഴിൽ പരിശീലനവും മട്ടുപ്പാവ് കൃഷിക്കും പൂന്തോട്ട നിർമ്മാണത്തിനും സബ്സിഡിയും നൽകും. വ്യാപാരികൾ നട്ടെല്ലാണ്. ചെറുകിട വൻകിട വ്യാപാരികൾക്ക് പിന്തുണ നൽകും. നികുതി സംബന്ധമായ ആശങ്കകൾ ദൂരീകരിക്കാനും പലിശ കുറഞ്ഞ വായ്പകൾ ലഭ്യമാക്കാനും നടപടി സ്വീകരിക്കും. സാധാരണ കച്ചവടക്കാർക്ക് സൗജന്യ ഓൺലൈൻ സംവിധാനങ്ങൾ ഒരുക്കും. സഞ്ചാരികൾ വരട്ടെ. കുഞ്ചൻ സ്മാരകം, തിരുവില്ലാമല ഐവർ മഠം എന്നിവ സമന്വയിപ്പിച്ച് ഒറ്റപ്പാലം ടൂറിസം സർക്യൂട്ട് ഉറപ്പാക്കും. തീർത്ഥാടന ടൂറിസത്തിന്റെ സാധ്യതകൾ തേടും. മനകൾ, തറവാടുകൾ എന്നിവ ടൂറിസത്തിന്റെ ഭാഗമാക്കി സംരക്ഷിക്കാനും റൂറൽ ടൂറിസത്തിൽ ചെറുപ്പക്കാർക്ക് പരിശീലനം നൽകാനും നടപടി സ്വീകരിക്കും. മറക്കരുത് കുലത്തൊഴിലുകൾ. മണ്ഡലത്തിലെ 36-ലധികം വരുന്ന പിന്നോക്ക സമുദായങ്ങളുടെ കുലത്തൊഴിലുകൾക്കും പ്രോത്സാഹനം നൽകും. വിശ്വകർമ്മജർക്ക് പ്രത്യേക ഗ്രാന്റും ചെണ്ട നിർമ്മാണം, മൺപാത്ര നിർമ്മാണം തുടങ്ങിയ എല്ലാ കുലത്തൊഴിലുകൾ ചെയ്യുന്നവർക്കും സാമ്പത്തിക പിന്തുണയും നൽകുന്നതിനോടൊപ്പം കൂടുതൽ ഖാദി കേന്ദ്രങ്ങൾ സ്ഥാപിക്കാനുള്ള പ്രക്രിയയും ത്വരിതപ്പെടുത്തും. ചേർത്തു നിർത്താം. മാനസിക വെല്ലുവിളി നേരിടുന്നവർക്കും ഭിന്നശേഷിക്കാർക്കും വരുമാനം ഉറപ്പാക്കും. രക്ഷിതാക്കളെ ആശ്രയിക്കാതെ തന്നെ ജീവിക്കാനുള്ള പുനരധിവാസ പാക്കേജ് ഇവർക്കായി നടപ്പാക്കും. ഇത്തരം ആളുകൾക്ക് കുടുംബജീവിതം ഉറപ്പാക്കാനുള്ള ആശയങ്ങൾ ആവിഷ്കരിക്കും. ആശ്രയമുണ്ട്. കിടപ്പ് രോഗികൾക്ക് പ്രത്യേക പരിചരണം നൽകി മരുന്നും പോഷകാഹാരവും സൗജന്യമാക്കും. എല്ലാ ദിവസവും ഹോം കെയർ നൽകുന്നതിനായി പ്രത്യേക പരിശീലനം നേടിയ വോളണ്ടിയർമാരുടെ സേവനം ഉറപ്പാക്കും. ഭാരതപ്പുഴയെ വീണ്ടെടുക്കാം. നമാമി ഗംഗ മാതൃകയിൽ ഭാരതപ്പുഴയ്ക്കായി പ്രത്യേക പദ്ധതി. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ പരിഗണന ഉറപ്പാക്കുന്നതിനോടൊപ്പം വിദഗ്ധരുടെ സേവനങ്ങൾ തേടും. പരിസ്ഥിതിയെ ബാധിക്കാതെ ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലം യാഥാർത്ഥ്യമാക്കും. ഇക്കാര്യങ്ങളെല്ലാം നമുക്ക് പ്രത്യേകം പരിഗണിക്കാം. വിശ്വാസ സംരക്ഷണത്തിന് പ്രത്യേക കരുതലും പിന്തുണയും. 80 വയസ്സ് കഴിഞ്ഞവർക്ക് റേഷൻ വീട്ടിലെത്തിക്കും. എല്ലാ പഞ്ചായത്തുകളിലും വയോജന പാർക്ക്. കേണൽ നിരഞ്ജന്റെ പേരിൽ ജന്മനാട്ടിൽ സൗജന്യ സൈനിക പരീക്ഷാ പരിശീലന കേന്ദ്രവും സിവിൽ സർവീസ് അക്കാദമിയും. ചെനക്കത്തൂരിൽ പ്രവർത്തിക്കുന്ന മിലിറ്ററി ക്യാന്റീന് സ്വന്തം കെട്ടിടം. പ്രവാസികൾക്കായി പുനരധിവാസ പാക്കേജും സംരംഭക പരിശീലനവും. ഉന്നതികളുടെ വികസനത്തിനായി പ്രത്യേക പാക്കേജ്. വിമുക്ത ഭടന്മാരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് ഉടൻ പരിഹാരം. കലാകാരന്മാർക്ക് പ്രോത്സാഹനവും കലാപ്രകടനങ്ങൾക്ക് സ്ഥിരം വേദിയും. എല്ലാ അങ്ങാടികളിലും ഹൈടെക് ബസ് സ്റ്റോപ്പുകൾ. വൈദ്യുത ശ്മശാനം ഉറപ്പാക്കും. തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം.
ഇതൊന്നും മറക്കില്ല. കൂട്ടുപാതയിൽ കാര്യക്ഷമമായ സിഗ്നൽ സംവിധാനം, കണ്ണിമ്പ്രം തോട് വൃത്തിയാക്കാൻ നടപടി, തച്ചനാട്ടുകര ആരോഗ്യ കേന്ദ്രത്തിനും ലക്കിടി ആശുപത്രിക്കും പ്രത്യേക പരിഗണന, ഒറ്റപ്പാലം അനങ്ങനടി റോഡ് നിർമ്മാണം, അമ്പലക്കടവ് പാലം നിർമ്മാണം എന്നിവ യാഥാർത്ഥ്യമാക്കാൻ നടപടി, ഒറ്റപ്പാലം ചെറുപ്പുളശ്ശേരി ബ്രഹ്മൻചോല കടമ്പഴിപ്പുറം കയറമ്പാറ കേന്ദ്രീയ വിദ്യാലയം റോഡുകളുടെ നവീകരണം, മാലിന്യ നിർമ്മാർജ്ജനത്തിനായി നൂതന സാങ്കേതിക സംവിധാനം, CGHSനായി ആശുപത്രി. ഇതിന് അടിയന്തര പരിഗണന. ഹരിതകർമ്മസേനക്കാരെ സ്ഥിരമാക്കാൻ നടപടി, തൊഴിലുറപ്പിലെ ചൂഷണം അവസാനിപ്പിക്കും, ഭീഷണിയാവുന്ന ക്വാറികൾക്ക് നിയന്ത്രണം, പുഴ സംരക്ഷണത്തിനായി തടയണകൾ സ്ഥാപിക്കും. തൊഴിലാളി കുടുംബങ്ങൾക്ക് സൗജന്യ ഇൻഷുറൻസും മക്കൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പും.